ശ്രീ ഹരിദാസ്, ഇപ്പം നോക്കൂ, എന്തായാലും 100 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മാത്രമല്ല 7 ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്തകൾ പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണം എന്നുള്ളൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്തിരിക്കുന്നത് ബംഗളൂരുവിലെ ഒരു കോടതി വ്യാജ വാർത്തകൾ, കേരളത്തിലെ ചാനലുകൾ വ്യാജ വാർത്തകൾ പടച്ച് വിടുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാണിപ്പോൾ ഇതിനെ പ്രതിരോധിച്ചിരിക്കുന്നത്. പക്ഷേ ബംഗളൂരു കോടതിയുടെ ഉത്തരവ് പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. വ്യാജ വാർത്തകൾ എന്ന് പറയുന്നേയില്ല. ഈ ഡിഫമേറ്ററി ആയിട്ടുള്ള പരാമർശങ്ങൾ അത് URL ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ്. അത് അങ്ങനെ ഒരു നിർദ്ദേശമാണെങ്കിൽ, അതാണ് റിപ്പോർട്ടർ ചാനൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ, റിപ്പോർട്ടർ ചാനലിൻ്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർ ഒരുപക്ഷെ എല്ലാ വാർത്തകളുടെ URL-ഉം നീക്കം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോഴും ഈ വക്കീൽ നോട്ടീസ് ലഭിച്ചതിന് ശേഷവും 1 മണിക്കൂർ മുമ്പും ഈ വാർത്ത, ബംഗളൂരുവിലെ ഭൂമി കുംഭകോണം ഇവർ പടച്ചുവിട്ട ആ വാർത്ത ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കർണാടക സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഭൂമി തട്ടിയെടുത്തത് BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിലാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ മൊത്തം വ്യാജമയമാണ്. ഇപ്പോഴും രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടർ ചാനലിന് എങ്ങനെ ലൈസൻസ് ലഭിച്ചു എന്നുള്ളത് സംശയാസ്പദമാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, അതിൻ്റെ ഉടമസ്ഥർ എന്ന് അവകാശപ്പെടുന്നവരുടെ പേരുകളൊന്നും രേഖകളിൽ കാണാനില്ല. അപ്പോൾ സർവത്ര ദുരൂഹമാണ് ഇവരുടെ ഇടപാടുകൾ. പക്ഷേ ഈ ചാനൽ പുറത്തുവിടുന്ന വാർത്തകൾ, ആ വാർത്തകൾ മലയാളികൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇടത് സഹയാത്രികരുടെ ഇരിപ്പുണ്ട്, ശ്രീ ജലീൽ പുനലൂർ. CPM-ൻ്റെ കൈരളി ചാനലിനേക്കാൾ ആളുകൾ, CPM സഹയാത്രികർ, CPM-കാർ, നേതാക്കന്മാരൊക്കെ ഇപ്പോൾ കാണുന്നത്, ആശ്രയിക്കുന്നത് റിപ്പോർട്ടർ ചാനലിനെയാണ്. അത്തരത്തിലുള്ളൊരു ബന്ധമാണ് ഈ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ, മുട്ടിൽ മരമുറി ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ. ശ്യാംരാജ് മുട്ടിലൂടെയാണ് ഇവരെ അറിയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ നിരവധി ചെക്ക് കേസുകൾ ഇവർക്കെതിരെയുണ്ട്. മാത്രമല്ല മാംഗോ ഫോൺ തട്ടിപ്പ്, അത് നേരത്തെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പരിപാടി കൂടി കൈയാളുന്നത് എന്നുള്ളതാണ്. അവർക്കായിട്ട് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു നെക്സസ്, അത് ഞാൻ ആമുഖത്തിൽ ചോദിച്ചതുപോലെ ഈ ഒരു നെക്സസ് കേരളീയ പൊതുസമൂഹത്തിന് ഭീഷണി തന്നെയല്ലേ? തീർച്ചയായിട്ടും മാന്യമായി ജീവിക്കുന്ന, മാന്യമായി ജീവിച്ചു വളർന്ന, മാന്യമായി ജീവിച്ച് തൊഴിലെടുക്കുന്ന, മാന്യമായി ജീവിച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അടിസ്ഥാനരഹിതമാണ് എങ്കിൽ കൂടുതൽ തെളിവുകൾ നമുക്ക് ആൻഡ്രൂ അഗസ്റ്റ് നാളെ ഹാജരാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. നിലവിൽ ആൻഡ്രൂ അഗസ്റ്റിൻ ഒരു വ്യാജ വാർത്ത എന്ന തോതിൽ തന്നെയാണ് ഈ സദരം ഒരു സംഭവത്തിനെ റിപ്പോർട്ടർ ചാനലിലൂടെ അലക്കി വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പൂർണ്ണമായ പിന്തുണ ഇടതുപക്ഷ സഹയാത്രികരുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട യുവജന സംഘടനകളുടെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം അതിശയിപ്പിക്കുന്ന സംഗതി. കാരണം ഇവർക്കൊക്കെ ഈ നേതാക്കന്മാരുണ്ട്, ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള ആരോപണം ആർക്ക് നേരെയും വരാം. അപ്പോ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കുറെ പേർ ഉണ്ട് എന്ന് കരുതിയിട്ട് ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെയൊക്കെ മാന്യമായിട്ട് നിലവിലെ അദ്ദേഹത്തിനെ എനിക്ക് മാന്യൻ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു BJP അനുഭാവിയോ ഇടതുപക്ഷ അനുഭാവിയോ കോൺഗ്രസ് അനുഭാവിയോ അല്ല. ഞാൻ നിഷ്പക്ഷമായി രാഷ്ട്രീയത്തെ കാണുന്ന ഞാൻ കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ എന്റെ അളവുകോല് വെച്ച് അളക്കുന്നതിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കാനുള്ള യോഗ്യതയുണ്ടോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെ, അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ബാധകമായിട്ടുള്ള കാര്യങ്ങളല്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെ കുറിച്ച് എനിക്ക് രാഷ്ട്രീയ പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഇടതുപക്ഷത്തുള്ളവരും വലതുപക്ഷത്തുള്ളവരുമായിട്ടുള്ള
ആളുകളുമായി സംവേദിക്കുമ്പോൾ അദ്ദേഹം തികച്ചും ഒരു മാന്യനായിട്ടുള്ള വ്യക്തിയാണ്. ഇത്തരത്തിലൊരു ഭൂമി കുംഭകോണം അദ്ദേഹം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാളെ അത് നടത്തി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനും ഞാൻ തയ്യാറാണ്. എനിക്ക് പ്രശ്നമല്ല. ഇവിടെ ഈ ആരാണ് ഇപ്പൊ ഈ ആരോപണവുമായി വന്നിരിക്കുന്നത്? ശ്രീ അനിൽ നമ്പ്യാർ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ മാംഗോ ഫോൺ, അതുമാതിരി തന്നെ ചെക്ക് കേസ് എല്ലാം കഴിഞ്ഞിട്ട് പാവപ്പെട്ട കർഷക തൊഴിലാളികളും പാവപ്പെട്ട ആദിവാസികളും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ വ്യാജരേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് മരം മുറിച്ച് അവരുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിക്കൊണ്ട് മരം മുറിച്ച് വിറ്റ് കോടികൾ, ആ കോടികളുടെ എണ്ണം സത്യത്തിൽ പറഞ്ഞ മുറിച്ചു മരത്തിന്റെ വാല്യൂ കണക്കാക്കാൻ പറ്റാത്തതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്ന് സംസ്ഥാന സർക്കാരിന് 2 നിയമസഭകൾക്ക് മുമ്പ് കൂടിയ നിയമസഭയിൽ പറയേണ്ടി വന്നു. അതിന്റെ മൂല്യം നിർണയിക്കത്തക്ക തോതിൽ, കാരണം അത്രയും പഴക്കം ചെന്ന അടിക്കാട് വെട്ടാനുള്ള ഒരു എന്താ പറയണ്ട പാവങ്ങൾ നേടിയ അടിക്കാട് വെട്ടാനുള്ള ഒരു ഉത്തരവിന്റെ മറവിൽ വ്യാജരേഖ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്തൊരു വ്യക്തി പെട്ടെന്ന് ഒരു നാള് ഒരു പത്രപ്രവർത്തക വേഷം കെട്ടി വന്നപ്പോ നമ്മുടെ നാട് അദ്ദേഹത്തെ സ്വീകരിച്ചുവെങ്കിൽ നമ്മൾ സാമൂഹികമായിട്ട് നമ്മൾ അങ്ങേയറ്റം എന്ന് വേണം കരുതാൻ. ആരാണ് വൈകത്തിലെ നല്ല നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്? പരിപാടിയുടെ പേരൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാരണം ഞാൻ ആ പരിപാടി കാണാറില്ല. പക്ഷെ അതിലെ ഇദ്ദേഹം അന്ന് സംഭവിച്ചതായാലും ഇന്നലെ സംഭവിച്ചതായാലും സമൂഹത്തിന്റെ മൂല്യച്യുതിയെ പറ്റി, സമൂഹത്തിൽ നടക്കുന്ന തട്ടിപ്പുകളെ പറ്റി അങ്ങേയറ്റം വാചാലനാവുമ്പോ എന്താണ് ഈ പറയുന്നത്? കായംകുളം കൊച്ചുണ്ണിക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന വ്യക്തികളാണ് ഇത്തരം കാര്യങ്ങളിൽ വന്നിരുന്നിട്ട് കേരള സമൂഹത്തിന്റെ അധപ്പതനത്തിനെയും കേരള സമൂഹത്തിൽ നടക്കുന്ന തട്ടിപ്പിനെയും കുറിച്ചിട്ടൊക്കെ പറയുന്നത് എന്നോർക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ഒരു ശബരിനാഥ് V4U എന്ന് പറഞ്ഞൊരു തിരുവനന്തപുരത്ത് അവനെന്തോ 20-21 വയസ്സായിരുന്ന തട്ടിപ്പ് കാലത്ത്. എന്താണ് ടോട്ടൽ ഫോർ യു തട്ടിപ്പ്? ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിലെ അവൻ വളരെ ഇന്നസെന്റ് ആയിട്ട് പോലീസിനോട് പറഞ്ഞത് എന്താ? ഞാൻ ആരോടും പണം ചോദിച്ചിട്ടില്ല, ബിഗ് ഷോപ്പുകളിലാക്കിയിട്ട് പണം എന്റെ ക്യാബിനിൽ കൊണ്ടുവന്ന് വെച്ച് പോകുകയായിരുന്നു ആൾക്കാര്. ഞാൻ എന്ത് ചെയ്യും? അത് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ കൂട്ടാക്കിയിരുന്നില്ല. അപ്പൊ ആദ്യം ഒരു തട്ടിപ്പിന്റെ ഒരു നേർരേഖ ഉണ്ടാക്കിയിട്ട് ആളുകളെ ആകർഷിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പണക്കെട്ടുകളുടെ ഒഴുക്ക് വരികയായിരുന്നു എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. അവൻ നിരപരാധിയാണെന്ന്, അവൻ കള്ളനല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഈ സഹോദരങ്ങൾ ചേർന്നുകൊണ്ട് പാവപ്പെട്ട കർഷക തൊഴിലാളികളെയും പാവപ്പെട്ട ആദിവാസികളെയും ചൂഷണം ചെയ്തുകൊണ്ട് മുട്ടിൽ മരമുറ കേസിൽ 10-22 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിലെ മൂടും തട്ടിക്കുടഞ്ഞു വന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ആരാണ് ഇയാളെ വളർത്തിയത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നികേഷ് കുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചട്ടുകമായിരുന്നു. ആ ചാനലിലേക്കാണ് പിന്നീട് പണം ഇറക്കിക്കൊണ്ട് നികേഷ് കുമാറിനെയും ചാനലിനെയും വിലക്ക് വാങ്ങിക്കൊണ്ട് ഇദ്ദേഹം ഒരു പത്രപ്രവർത്തകന്റെ വേഷം കെട്ടാൻ ഇദ്ദേഹത്തിനായി എങ്കിൽ അതില് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് അങ്ങേയറ്റം പങ്കുണ്ട് എന്ന് തന്നെയാണ് ശ്രീ അനിൽ നമ്പ്യാറിന്റെ വിശ്വാസം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിൽ മരമുറി കേസിൽ ഇപ്പോൾ ഏകദേശം 19 കേസുകൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ 19 കേസിലെ കുറ്റപത്രത്തിലും ഇദ്ദേഹത്തിന്റെ പേരുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. കുറ്റപത്രം ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ബാക്കിയുള്ള 23ഓളം കുറ്റപത്രങ്ങൾ സമർപ്പിക്കാനുള്ളതിലും ഇദ്ദേഹം തന്നെയാണ് പ്രധാന ഭാഗത്ത് വരുന്നത്. അപ്പോ മുട്ടിൽ അന്വേഷണം. ഹരിദാസ്, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലകാണ് അന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത്. അന്ന് റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത്, മരങ്ങൾ മുറിക്കാം എന്നുള്ളത്. നോക്കൂ, അത് ചുരുങ്ങിയ കാലത്തേക്ക് മരങ്ങൾ മുറിച്ചു തീരുന്നവരെ ഒരു ഉത്തരവ്, അതിനുശേഷം അത് പിൻവലിക്കുന്നു, വിവാദമായതിനെ തുടർന്ന് പിൻവലിക്കുന്നു. ഇതേ ചീഫ് സെക്രട്ടറി, ക്ഷമിക്കണം, ഇതേ ജയതിലക ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇവരെ കയറൂരി വിട്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടുത്തെ കായിക മന്ത്രിയാണോ ഈ ആൻഡ്രൂ അഗസ്റ്റിൻ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, പ്രവർത്തനം. മാത്രമല്ല, ഒരു സ്റ്റേഡിയം അങ്ങ് പതിച്ചു കൊടുക്കുകയാണ് ഇവർക്ക് വേണ്ടി. എന്നിട്ടിപ്പോൾ എന്തായി? പക്ഷേ ഇവരുടെ ആവശ്യം, ഇവർക്കെതിരെ ഒരു വാർത്ത പോലും ഇനി മാധ്യമങ്ങളിലൂടെ പുറത്തു വരരുതെന്ന്. നാളെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഒരു ആവശ്യവുമായി കോടതിയെ സമീപിച്ചാലും അതിശയപ്പെടാനില്ല. ഇത്
നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമാതിരി തന്നെ ഒരു ചാനൽ വിലയ്ക്ക് വാങ്ങാവുന്ന നിലയ്ക്കുള്ള സ്വർണം അദ്ദേഹം ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു ചാനൽ, ഒരു സ്വകാര്യ ചാനലിലെ ആദ്യം പങ്കാളിയാവുക, ഷെയർ ഹോൾഡർ ആവുക, അത് കഴിഞ്ഞ് പടിപടിയായിട്ട് മുന്നേറിയിട്ട് അത് ആ ചാനലിന്റെ ഏറ്റവും തലപ്പത്തെത്തിയിട്ട് ഒരു പത്രപ്രവർത്തക വേഷം കെട്ടി ജാമ്യം ലഭിച്ചു വന്നു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നാളെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളകളെ പറ്റിയിട്ട് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ ഇത്തരത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി ഒരു ചാനൽ നടത്തിപ്പ്, അവിടെ എനിക്ക് ശ്രീ ശ്യാംരാജിനോട്, എനിക്ക് അനിൽ നമ്പ്യാരോട് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം പത്രപ്രവർത്തകനാണ്. ശ്രീ ശ്യാംരാജ്, ഇവിടെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച വിധത്തിലാണെങ്കിൽ കൃത്യമായിട്ടൊരു ചാനൽ നടത്തുവാൻ വേണ്ട ഒരു രേഖകളും ഇല്ലാതെയാണ് ഈ റിപ്പോർട്ടർ ചാനൽ നടക്കുന്നത് എങ്കിൽ അതിന് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതിഗൗരവകരമായിട്ട് ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. കാരണം കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇതുവരെ, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇതുവരെ, ഈ ചന്ദ്രശേഖർ വരെ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയും അതിനെതിരെ എന്തെങ്കിലും ഒരു കടലാസ് നീക്കമോ നടത്തിയിട്ടില്ല എങ്കിൽ കേരളം നാളെ എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാ കാര്യം കൊണ്ടായാലും അയ്യപ്പന്റെ മുമ്പിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൊണ്ടുപോയിട്ട് അത് ചെമ്പാണെന്ന് പറയുന്നു. ഇവിടെ ഒരു കാട്ടുകള്ളൻ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ള മാന്യമായി ജീവിക്കുന്നവരെ അങ്ങേയറ്റം താറടിച്ച് കാണിക്കുന്നു. സ്റ്റേഡിയം, ഇന്ന് ചന്ദ്രൻപിള്ള പറയുന്നത് കേട്ടു, സ്റ്റേഡിയം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് KSF-നാണ്, കേരള സ്റ്റേറ്റ് അല്ല കേരള സ്പോർട്സ് ഫെഡറേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന്റെ വർക്കുകൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. KSF പറയുന്നു ഞങ്ങൾ ഇദ്ദേഹത്തെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ആ സ്റ്റേഡിയത്തിന്റെ നടുവിൽ നിൽക്കുകയും സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോക്കൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയം അദ്ദേഹം വിലക്കെടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കേരളത്തിന്റെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു ഉടമസ്ഥനാണോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം ഇവിടുത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ഒരു മാധ്യമ പ്രവർത്തകനെ, ഏതോ മാധ്യമത്തിന്റെ ആവട്ടെ, നീ എന്ന 1000 തവണ സംബോധന ചെയ്തിട്ട് അങ്ങേയറ്റം കൊച്ചാക്കുമ്പോ ആ സ്പോർട്സ് മന്ത്രി വിചാരിക്കണമായിരുന്നു, ഞാൻ ഈ സംസാരിക്കുന്നത് കേവലം ആട്ടിൻ തോലിട്ടൊരു ചെന്നായിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരെ സ്പോർട്സ് മന്ത്രി കോർണർ ചെയ്യലായിരുന്നില്ല ഉദ്ദേശം. എവിടെ മെസ്സി എന്ന ചോദ്യത്തിനും മെസ്സി ഇനി വരുമോ എന്ന ചോദ്യത്തിനും സ്പോർട്സ് മന്ത്രിയുടെ ശൗര്യം കാണുമ്പോഴും സ്പോർട്സ് മന്ത്രിയുടെ വർത്തമാനം കേൾക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഒരു നിമിഷം സ്പോർട്സ് വകുപ്പ് കൂടി ഈ ആൻഡ്രോ അഗസ്റ്റിനെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള നിലയിലേക്ക് ചിന്തിച്ചു പോയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അനിൽ നമ്പ്യാർ, ഞാൻ നിർത്തുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോക്ക് അപകടകരമായിട്ടുള്ള ഒരു പോക്കാണ്. സോഷ്യൽ മീഡിയയിൽ ആരെയും ചളിവാരി തേക്കാമെന്ന നിലയ്ക്ക് ഒരു വാർത്ത കിട്ടിയാൽ അതിൽ കയറി മേയാൻ വേണ്ടിയിട്ട് ഒരു പട തന്നെ ഉണ്ട് എന്നുള്ള ധാരണയിൽ ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നതും ഇത്തരം ആളുകളെ സമൂഹ മധ്യത്തിൽ മാന്യന്മാരായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം, പ്രത്യേകിച്ച് CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ വരാൻ പോകുന്ന വലിയൊരു ആപത്താണ് വിളിച്ചു വരുത്താൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.